ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം തരിക. ഇന്നത്തെ ദിവസത്തിൽ ഈശോ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ ജീവിത മേഖലകളെ കടന്നു വന്നിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ചെറുപ്പകാലഘട്ടം, ഉണ്ണീശോ, ഈശോയെക്കുറിച്ച് വചനം പറയുന്ന ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 40-ാം തിരുവചനം. ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഈശോ വളരെയാണ്, ജ്ഞാനം കൊണ്ട് നിറയാണ്, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ കൂടെയാണ്. അപ്പോൾ ജ്ഞാനത്താൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ വളർന്ന ശിശു, അത് മാതാപിതാക്കളുടെ ഒരു ഗുണം കൂടിയാണ്, അത് കുടുംബാന്തരീക്ഷത്തിൻ്റെ ഒരു ഗുണം കൂടിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ അറിയുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞു വരട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു വരട്ടെ. അത് കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ ഒരുക്കം, അവരുടെ പരസ്പര സഹകരണം, ഇതെല്ലാം എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇന്ന ദിവസം പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെയും കുടുംബത്തെയും എല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ കുടുംബത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഈ വ്യക്തി ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിക്കുകയാണ്. ഈശോ, നിന്നെപ്പോലെ ജ്ഞാനത്തിൽ ദൈവിക കൃപയെ വളരുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും, കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. അവർ കണ്ടുമുട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കൃപയിലും ജ്ഞാനത്തിലും വളർത്തുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ അത് സാധിക്കുമാറാകട്ടെ. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ട എല്ലാ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതനീ അങ്ങേ